Blessing today. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ബ്രദർ ഡാമിയൻ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് കൂടല്ലൂർ. ഞാൻ എല്ലാ ദിവസവും തന്നെ കാണാറുമുണ്ട്, സുവിശേഷം ശ്രവിക്കാറുണ്ട്. ആത്മീയമായ വളർച്ചയ്ക്ക് വളരെ ഗുണപ്രദമാണ്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും ബ്ലെസ്സിങ് ടുഡേയുടെ പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തിക്കായി, കുടുംബത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് സിമി ജോർജിനായും ഷിബി സിമിക്കായും പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവെ ആരാധനാ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്ത് ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മക്കൾ അക്സയ്ക്ക് വേണ്ടിയും ആഞ്ചലയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യം നൽകണമേ, വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മുഴുവൻ കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ ആരോഗ്യം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെയും അതുപോലെ ഭൂമിയിലെയും നന്മകളാൽ, അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ കർത്താവ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന തുഷാര കണങ്ങൾ പോലെ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് ദശലക്ഷങ്ങൾക്ക് അനുഗ്രഹമായതിനാൽ കർത്താവെ, അവരുടെ ജീവിതത്തിൽ നന്മകളാൽ നിറച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പേര് നിഷ എന്നാണ്. ഞാൻ നിലമ്പൂർ തെക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 5 വർഷമായിട്ട് കഫക്കെട്ട്, ശ്വാസമുട്ടലായിരുന്നു. എൻ്റെ കൊച്ചിനെ ഗർഭിണിയായി അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അത് ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചു, ആയുർവേദമായിട്ടും ഇംഗ്ലീഷ് മരുന്നായിട്ടും ഞാൻ കഴിച്ചു. എനിക്കൊരു കുറവുമില്ലായിരുന്നു. ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് ശേഷം ഞാൻ ഈ നമ്പറിൽ വിളിച്ച്, വൈകുന്നേരത്തെ അതിനാണ് ഞാൻ വിളിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ് ഒരുപാട് ഛർദ്ദിച്ചു. അന്ന് ഞാൻ ഒരുപാട് കഫം എൻ്റെ നിന്ന് പോയി. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 1 വർഷമായി ഞാൻ ഒരു മരുന്നും ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞ സംഗതി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഒരു അസുഖവും ഇല്ല. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവരിൽ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹമുണ്ട്? കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൈയുടെ കീഴിൽ താഴുക. ഹല്ലേലൂയ. താഴുന്നവർക്ക് മാത്രമേ ഉയർച്ചയുള്ളൂ. യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവരവരെ തന്നെ താഴ്ത്തുന്ന ഒരു നേച്ചർ നമുക്കുണ്ടെങ്കിൽ നമ്മെ ധാരാളമായി കർത്താവ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണിൽ മുകളിലേക്ക് പോകുവാനുള്ള വഴി താഴേക്കാണ്. ഹല്ലേലൂയ. താഴേക്ക് പോകുന്നവരെ കർത്താവ് ഉയർത്തി 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹമുണ്ടോ? തന്നെത്താൻ താഴ്ത്തുക. താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം കൂടി നിങ്ങളൊന്ന് ചേർത്ത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ദൈവത്തിൻ്റെ കൈകൾ മുകളിലും താഴെയും വശങ്ങളിലും എല്ലാ ഇടങ്ങളിലും ചുറ്റിയിരിക്കുകയാണ്. In other words, we are inside God's hands of protection.
നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ഉള്ളിലാണ് ഓരോ ദൈവത്തിൻ്റെ പൈതലും ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? അനുഭവിക്കാൻ കഴിയുന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. അതല്ലെങ്കിൽ ചിലർ വിചാരിക്കുകയാണ് എനിക്ക് എന്ത് സംഭവിക്കാം, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കാരണം ദൈവമാണ് നിന്നെ ചുമക്കാമെന്നും കരുതാമെന്നും സംരക്ഷിക്കാമെന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം 73-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യുവർ ഹാൻഡ്സ് മെയ്ഡ് മീ ആൻഡ് ഫോംഡ് മീ. നിന്റെ കരമാണ് എന്നെ സൃഷ്ടിച്ചത്, എന്നെ മെനഞ്ഞെടുത്തത്. ഗീവ് മീ അണ്ടർസ്റ്റാൻഡിങ് ടു ലേൺ യുവർ കമാൻഡ്സ്. നിന്റെ കൽപ്പനകളെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ എനിക്ക് ഒരു വലിയ വിവേകം നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരമാണ് നമ്മെ നിർമ്മിച്ചത്. വലത്തെ കരം ഉയർത്തിപ്പിടിക്കാം. എന്നോട് ചേർന്ന് പറയാം, ദൈവത്തിൻ്റെ കരം. ഉറക്കെ, ദൈവത്തിൻ്റെ കരമാണ് എന്നെ നിർമ്മിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആ കരത്തിന് എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിർമ്മിച്ച് തരാൻ കഴിയില്ലേ? തീർച്ചയായും അവന് സാധിക്കും. എന്ത് വേണമെങ്കിലും അവൻ സൃഷ്ടിക്കുവാൻ അവൻ്റെ കരങ്ങൾ ഇന്നും ബലിഷ്ഠമാണ്. നമുക്ക് വേണ്ടി അവൻ വീണ്ടും വീണ്ടും അവൻ്റെ കരങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ കരങ്ങൾ നമ്മെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും. ചില വ്യക്തികൾക്ക്, ചില ആളുകൾക്ക് ഭയമുണ്ട്, സാത്താൻ ഏത് നിമിഷവും വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാം. ഒരിക്കലുമില്ല. കർത്താവ് അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. അഥവാ സാത്താൻ, പൈശാചിക ശക്തികൾ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ദൈവത്തിൻ്റെ കരം നിനക്ക് ചുറ്റും ഒരു വലിയ കവചമാണ്, ഒരു വലിയ കോട്ടയാണ്. അതിനുള്ളിലിരിക്കുന്ന നിന്നെ ഒന്നിനും തൊടാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-20 വചനങ്ങൾ കാണുമ്പോൾ അവിടെ പറയുന്നത്, ഒന്നും നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. കാരണം ദൈവം നിന്റെ സംരക്ഷകനാണ്. അവൻ്റെ കൈകൾ നിന്നെ സംരക്ഷിക്കുന്നു. ഭയത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ആ ഭയത്തിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ദൈവകരം എങ്ങനെയാണ് നമ്മെ സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി. ആ തിരിച്ചറിവ് ഉള്ളവർ ഈ ഭയത്തിൻ്റെ ആത്മാവിൽ നിന്നും പുറത്തു വരും. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനം 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവിൻ്റെ കരം എങ്ങനെയാണ് നമ്മളെ നടത്തുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വചനങ്ങൾ കുറിച്ചു വയ്ക്കണം. എന്നിട്ട് ഈ വചനങ്ങൾ ധാരാളമായി അകത്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ കർത്താവിൻ്റെ നടത്തിപ്പിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. വായിക്കാം. അവിടുത്തെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടേക്ക് പോകും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഇടങ്ങളിലും ഉള്ളതുകൊണ്ട് ആ ആത്മാവിനെ ഒളിച്ച് നമുക്ക് എവിടെയും പോകാൻ സാധ്യമല്ല. അവിടുത്തെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ദൈവസന്നിധി വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? കാരണം കർത്താവിൻ്റെ കണ്ണുകൾ എല്ലാം കാണുന്നു. റൈറ്റ്. ഞാൻ സ്വർഗത്തിൽ കയറി ചെന്നാൽ അങ്ങ് അവിടെയുണ്ട്. സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും അങ്ങുണ്ട്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും അങ്ങ് ഉണ്ടായിരിക്കും. ഞാൻ ഉഷസ്സിന്റെ ചിറകുകൾ ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും തൃക്കരം എന്നെ നടത്തും. അവിടെയും നിന്റെ കരം എന്നെ നടത്തും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മെ സംരക്ഷിക്കുന്ന അതേ കരം തന്നെ വലങ്കരത്തിന് പിടിച്ച് നമ്മെ നടത്തിക്കൊണ്ടുപോകും. ഇന്ന് ഈ ഒരു ഭാഗം വളരെ നന്നായി ശ്രദ്ധിക്കണം. ഒത്തിരി പേർക്കും ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വരുമ്പോൾ ചിലരൊക്കെ പ്രാർത്ഥനക്കാരുടെ അടുക്കൽ ചെന്നിട്ട് പറയും, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, കർത്താവ് എന്താണ് സംസാരിക്കേണ്ടത്, ഞാൻ ഈ വഴി പോകണമോ ആ വഴി പോകണമോ, ഞാൻ എന്താണ് തീരുമാനിക്കണേ, ദൈവത്തിൻ്റെ ആലോചന എന്താണ്, ഒന്ന് പറഞ്ഞു തരാമോ? ഇതിന് കാരണം ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കാൻ നമ്മൾ ശീലിക്കാത്തത് കൊണ്ടാണ്.
നമ്മളൊക്കെ എങ്ങനെയാ ശീലിച്ചത്? എൻ്റെ മാതാപിതാക്കളുടെ കൈ പിടിച്ചാണ് ഞാൻ ആദ്യം നടന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ? നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും? മുന്നോട്ട് നടത്തും. ഞാൻ ചെറുപ്പത്തിൽ ഒരല്പം കുസൃതിയായിരുന്ന സമയത്ത് എവിടെയെങ്കിലും നടക്കാൻ പോകുമ്പോൾ എൻ്റെ ഫാദറോ മദറോ പറയും, കയ്യിൽ പിടിച്ചു നടക്കുക. പക്ഷെ എനിക്ക് സ്വതന്ത്രമായി നടക്കണം. ഞാനത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങും. സൈക്കിൾ വരും, വണ്ടി വരും, ഇങ്ങനെയുള്ള പല ആപത്തുകൾ വരും. ഒരു പ്രാവശ്യം ഓടി ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടേനെ. തലമുടി നാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ പലപ്പോഴും നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കരമാണ് പിടിച്ചാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന ഭാഷ മനസ്സിലാകും. നമ്മൾ കൈ പിടിച്ച് കുഞ്ഞുങ്ങളെ നടത്തുന്നു. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തൻ്റെ വലങ്കരം കൊണ്ട് നമ്മുടെ വലങ്കരത്തിന് പിടിച്ച് നമ്മളെ നടത്തും. ഹല്ലേലൂയ. അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞത്, യുവർ റൈറ്റ് ഹാൻഡ് വിൽ ഹോൾഡ് മീ ഫാസ്റ്റ്. അവിടുത്തെ വലങ്കരം എന്നെ പിടിച്ചുകൊള്ളും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന യുവർ റൈറ്റ് ഹാൻഡ് വിൽ ഹോൾഡ് മീ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ വലങ്കരം എന്നെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. നമ്മളാണ് കയറി പിടിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്ന് പേടിക്കുമ്പോൾ നമ്മൾ പിടിവിട്ടു. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? അവൻ്റെ കരം നമ്മെ പിടിക്കും. എങ്ങനെ പിടിക്കും? മുറുക്കെ പിടിക്കും. ആർക്കും നമ്മെ പറിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവൻ നമ്മെ മുറുകെ പിടിച്ചിരിക്കും. 1 പത്രോസ് 5:8-9 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, ആത്മനിയന്ത്രണം ഉള്ളവരായിരിപ്പിൻ, ഓക്കെ, ജാഗ്രത പുലർത്തുവിൻ, ഓക്കെ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഓക്കെ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, ഓക്കെ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാച് ആരെ വിഴുങ്ങണം, ആരെയെങ്കിലും നശിപ്പിക്കാമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ആകെ എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി. അങ്ങനെയാണ് അവനെ എതിർത്ത് നിൽക്കുന്നത്. അതല്ലാതെ വലിയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വാളെടുത്ത് അതെടുത്ത് ഇതെടുത്ത് ഭയങ്കരമായ ഭീകര പ്രശ്നങ്ങളൊക്കെ ഒന്നും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കുക. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ആകെ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിക്കുക എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും വിശ്വസിച്ചുകൊണ്ട് പറയണം, സാത്താന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അകത്ത് വിശ്വസിച്ചാൽ മാത്രമല്ല, വാ കൊണ്ട് പറയണം, സാത്താന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വാ കൊണ്ട് പറയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. വാ കൊണ്ട് പറയണം, കർത്താവിൻ്റെ കൈകൾക്കുള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെ വാ കൊണ്ട് പറയാൻ തുടങ്ങുമ്പോൾ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ അതേ വിശ്വാസം സാത്താനെ തുരത്തും. കൈകൾ ഒരിക്കൽ കൂടെ അടിച്ച ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത പറയുന്ന 1-2 കാര്യങ്ങൾ. ബൈബിളിൽ ജോബ് എന്ന ഒരു വ്യക്തിയുടെ കഥയുണ്ട്. നിങ്ങളിൽ മിക്കവാറും എല്ലാവർക്കും കേട്ടിട്ട് കാണും. ഇയോബ് എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ജോബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു പ്രശ്നം വന്നു. അദ്ദേഹം അന്നത്തെ തലമുറയിൽ നേരുള്ളവനും നിഷ്കളങ്കനുമായി ജീവിച്ചൊരു വ്യക്തിയാണ്. അയാളുടെ ജീവിതത്തിലാണ് പ്രശ്നങ്ങൾ വന്നത്. അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പാപികളും ദുഷ്ടന്മാരും ആയി നടക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്. വളരെ നല്ല ജീവിതം പ്രാർത്ഥിച്ച് ഭക്തിയോടെ ബൈബിളൊക്കെ വായിച്ച് നന്നായി ജീവിക്കാൻ, സ്പിരിച്വലി ആക്റ്റീവായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലും എന്ത് വരാം? പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് ആ പ്രശ്നം വന്നത്. ഞാൻ ഈ പറഞ്ഞത് എത്ര പേർ ശ്രദ്ധിച്ചു? ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും വന്നാൽ, സാമ്പത്തിക പ്രശ്നമാകാം, രോഗമാകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, എന്തുമായിക്കോട്ടെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അത് വരുമ്പോൾ
ദൈവത്തിൻ്റെ അറിവോട് കൂടിയാണ് അത് വരുന്നത്. ഈ ജോബിൻ്റെ ലൈഫിൽ ഇത് വന്നപ്പോൾ വ്യക്തമായി അതിൻ്റെ പിന്നിലുള്ള സ്പിരിച്വൽ കോസസ്, ആത്മീയമായ ചില കാരണങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നു. എന്നിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തു. എന്തിനു വേണ്ടി? ജോബിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നശിപ്പിക്കാനും തകർക്കാനും. സ്വത്ത് നശിച്ചു, ആരോഗ്യം നശിച്ചു, മക്കൾ നഷ്ടപ്പെട്ടു. ഇതൊരു മോഡലായി സംഭവിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ജോബിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒന്ന് പറയാമോ? ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ പ്രാകും, ശപിക്കും, ഇതെന്ത് ദൈവമാണ്, ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥനയ്ക്കില്ല, വേദപുസ്തകം വായിക്കുന്ന പ്രശ്നമില്ല, ഇങ്ങനെയുണ്ടോ ദൈവം? എൻ്റെ പ്രാർത്ഥന എവിടെ? ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തിന്മ വരുത്തി? ഇതൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ ജോബ് കുറച്ചുകൂടെ സ്പിരിച്വലി മെച്യൂർഡായിരുന്നു. അതിന് കുറച്ചുകൂടി അറിവുണ്ടായിരുന്നു. അറിവോടുകൂടി ചോദിച്ചു, എനിക്ക് എന്ത് അർഹതയാണുള്ളത്? ദൈവം തന്ന ജീവിതം, ദൈവം തന്ന നന്മകൾ, എല്ലാറ്റിൻ്റെയും ഉടമയും എല്ലാത്തിൻ്റെയും കാരണവും സ്രഷ്ടാവും ദൈവം തന്നു, അവനെടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ ഫ്രണ്ട്സ് വന്നു, എല്ലാവരും കൂടി ഭയങ്കര ഒരു ഡിസ്കഷനും ഡിബേറ്റും എല്ലാം അവിടെ നടക്കുകയാണ്. ഓരോരുത്തരുടെ അറിവ് ഓരോരുത്തർ തട്ടിവിടുകയാണ്. ഈ അറിവ് പറഞ്ഞതുകൊണ്ട് കഷ്ടത മാറുമോ? ചിലരൊക്കെ കഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര ഉപദേശങ്ങളുമായിട്ട് വരും. ഒത്തിരി ഉപദേശം കേട്ടതുകൊണ്ട് പ്രശ്നം മാറുമോ? ഒരിക്കലുമില്ല. പ്രശ്നം മാറണമെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ദൈവകരം ചലിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒന്നായി, കുരുക്കുകൾ ഒന്നായി അഴിയാൻ തുടങ്ങും. നീ പുറത്തു വരും. ഞാനൊരു സന്തോഷ വാർത്ത ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു കഷ്ടതയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ രണ്ട് കാതും തുറന്നു കേൾക്കണം. അത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. താൽക്കാലികമാണ്. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്, ഇറ്റ് ഈസ് ടെമ്പററി. ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം. ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടത, ഒരു നിരാശ, ഒരു ദുഃഖം, ഒരു തകർച്ച, സാമ്പത്തികമായ തകർച്ച, എന്തുമായിക്കോട്ടെ, അത് താൽക്കാലികമാണ്. ഒരു ഗെത്സമനയുണ്ടെങ്കിൽ, ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ, ഒരു കല്ലറയുണ്ടെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു മരണമുണ്ടെങ്കിൽ, പീഡനമുണ്ടെങ്കിൽ, മരണമുണ്ടെങ്കിൽ, ശവസംസ്കാരമുണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ജീവന്റെ ദാതാവായതുകൊണ്ട് മരിച്ചതിനെ തിരികെ കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. വളരെ ശക്തമായും വ്യക്തമായും ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, Our God is a God of resurrection. Our God is a God of restoration. ജീവിതത്തിൽ നിന്ന് കൈമോശം വന്നതുണ്ടെങ്കിൽ 2 ഇരട്ടിയോ 7 ഇരട്ടിയോ ഒക്കെയായി ദൈവത്തിന് തിരിച്ചു തരാൻ കഴിയും. ദുഃഖത്തിൽ ആണ്ട് ജീവിക്കരുത്. ഹല്ലേലൂയ. നിരാശയിൽ ആണ്ട് ജീവിക്കരുത്. ഉള്ള ആരോഗ്യം കൂടെ കളയരുത്. ഓരോ പ്രാവശ്യം ദുഃഖിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം നിരാശപ്പെടുമ്പോഴും ശരീരത്തിലെ അവയവങ്ങളും മസിലുകളുമെല്ലാം ക്ഷീണിച്ച് ഒരു വല്ലാത്ത രീതിയിലായി രോഗങ്ങൾക്കും അടിമയാകാം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഗലാത്യലേഖനം 5-ാം അധ്യായം 22 മുതലൊക്കെ താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്.
ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങി ഇങ്ങോട്ട് 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സന്തോഷം. ജോയ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കോടികളുടെ ആസ്തിയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഡിപ്രഷനിലാണ് ജീവിക്കുന്നത്. കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷേ വിഷാദ രോഗം പിടിച്ചിട്ട് ഡിപ്രഷനിൽ ജീവിക്കുകയാണ്. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീടില്ല, വാടക വീട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? പുറത്ത് നമുക്ക് അനുഭവിക്കാനുള്ള സാധനങ്ങളല്ല സന്തോഷം നൽകുന്നത്. സന്തോഷം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഒന്നുമില്ലേലും ഉള്ളിൽ സന്തോഷം വരാം. എങ്ങനെ? ഈ ജോയ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്റേണൽ, അകത്ത് നിന്നും പുറത്തേക്ക് ഒഴുകുന്നതാണ്. പുറത്തുനിന്ന് അകത്തേക്കല്ല സന്തോഷം വരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 4-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം ദൈവം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആ സന്തോഷം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഒരു ദൈവ പൈതൽ സന്തോഷിക്കേണ്ടത് കർത്താവിലാണ്. അതുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. സന്തോഷത്തിന്റെ ഉറവിടം ദൈവമാണ്. ദൈവം നമ്മളെ ഏത് രീതിയിലാണ് നമ്മെ സംരക്ഷിക്കുന്നത്, അവൻ കരുതലുള്ള ദൈവമാണ് എന്നുള്ള കാര്യങ്ങൾ എന്നെ വളരെ ടച്ച് ചെയ്തു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എവിടെയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. രോഗികളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. താങ്ക് യു ജീസസ്. വാതരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ ഒരു വശം, ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയി, ശരിയായ ശക്തിയില്ല, അതുപോലെ തളർന്നു കിടക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം പനി വന്നുകൊണ്ടിരിക്കുന്ന ചില കുട്ടികളുമുണ്ട്, ചില മുതിർന്നവരുമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. ബ്ലീഡിംഗ് നിമിത്തം, അനാവശ്യമായ ദീർഘമായ ബ്ലീഡിംഗ് നിമിത്തം പ്രയാസപ്പെടുന്ന ചില സഹോദരിമാർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ ചില സഹോദരന്മാർ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് നിമിത്തം, ആന്തരാവയവങ്ങളിൽ എവിടെയൊക്കെയുള്ള ഇൻറ്റേർണൽ ബ്ലീഡിംഗ് നിമിത്തം പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരം മുഴുവനുമുള്ള പെയിൻ, എന്താണ് കാരണമെന്നറിയില്ല, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. വിവിധ രീതിയിലുള്ള ക്യാൻസർ സൗഖ്യമാകട്ടെ. അതുപോലെ എയ്ഡ്സ് രോഗം ബാധിച്ച ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് ശക്തമായി തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്യുകയാണ്. ഇൻ ജീസസ് നെയിം. ദുരാത്മബാധിതമായ ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സ്വതന്ത്രമാകട്ടെ, വിടുതലുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതൽ കർത്താവെ അവിടെ നീ കൊടുക്കണമേ, ആ കുടുംബങ്ങൾ കൊടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റേത് വിഷയമാണെങ്കിലും നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് സ്വീകരിക്കാൻ തുടങ്ങുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് വിടുതലുകൾ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി, പകരുന്നതിനാൽ നന്ദി. താങ്ക് യു ജീസസ്. മൈറ്റി മിറക്കിൾസ് ഇപ്പോൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിൽ നടക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ വരണം. നിങ്ങളെ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയാണ്. മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവല്ലയിലാണ്. ഇതിൽ രണ്ടിലേക്കും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂട്ടുകാരെയും വീട്ടിലുള്ളവരെയും
നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക, പലരെയും കർത്താവത്തോടും. ഒറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മതി പലരുടെയും ജീവിതം തന്നെ മാറിപ്പോകാൻ. അതുകൊണ്ട് തീർച്ചയായും വരണം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇന്ന് തന്നെ ഇതിനെ പരിചയപ്പെടുത്തുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ജീവിതത്തിൽ ശരിയായ ഒരുക്കത്തോടുകൂടെ ജീവിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചില രീതികൾ ഉണ്ട്, ചില മാതൃകകളുണ്ട്. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് ആറിന്റെ തീരത്താണ് എസ്രായും കൂട്ടരും ഉപവാസം നടത്തിയത്? ഇൻ വിച്ച് റിവേഴ്സ് ബാങ്ക് Ezra and his friends fasted? Options: A. Kidron, B. Ahava, C. Kerit, D. Jordan. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.